ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാർ ട്രേഡ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ IPO വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം IPOകളെ സംബന്ധിച്ച് വളരെ തിരക്കുള്ളൊരു മാസമാണ്. നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ ഓഗസ്റ്റ് 6-ാം തീയതി വരെ 4 IPO ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പോഴും ഓഗസ്റ്റ് 9-ാം തീയതി ഓപ്പൺ ആവുന്ന 2 IPOകളാണ് വന്നിട്ടുള്ളത്. അതിലൊന്ന് കാർ ട്രേഡ് ടെക്കും ഒന്ന് നുവോക്കോ വിസ്റ്റ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതിൽ കാർ ട്രേഡ് ടെക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ വിശേഷമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ തൊട്ടടുത്ത കാലത്തായിട്ട് ലിസ്റ്റ് ചെയ്ത IPOകളിൽ അത്യാവശ്യം നല്ല റിട്ടേൺസ്, ലിസ്റ്റിംഗ് ഗെയിൻ തന്നെ നല്ല ഗെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് അവർ മാർക്കറ്റിൽ നല്ല പെർഫോമൻസുമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുൻപ് നടന്ന IPOകൾ, ഈ റീസെൻ്റായിട്ട് നടന്ന ഈ 4 IPOകളിലും അത്യാവശ്യം നല്ല സബ്സ്ക്രിപ്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് IPO മാർക്കറ്റിൽ ടോട്ടലി ഒരു പോസിറ്റീവ് വൈബാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോഴത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ എല്ലാ IPOകൾക്കും ഇപ്പം നല്ലൊരു ആവേശത്തോടെയാണ് സമീപിക്കുന്നത് കാണുന്നത്. പേഴ്സണലി നോക്കുവാണെങ്കിൽ ഞാൻ കാർ ട്രേഡ് ടെക്കിൻ്റെ IPO അങ്ങേയറ്റം ഒരു ആവേശത്തോടെ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പം കാർ ട്രേഡ് ടെക്കിൻ്റെ IPO വിശേഷങ്ങളിലേക്ക് പോവാം. കാർ ട്രേഡ് ടെക് എന്ന കമ്പനി 2000-ലാണ് നിലവിൽ വരുന്നത്. കമ്പനീൻ്റെ ഒരു വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് വാഹനങ്ങളുടെ വിൽക്കലും വാങ്ങലും, അതുപോലെ തന്നെ വാഹനങ്ങളുടെ വാങ്ങലും വിൽക്കലുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻസിങ്ങും ഒക്കെ ആയിട്ടാണ്. പ്രധാനമായിട്ടും യൂസ്ഡ് കാർ വെഹിക്കിൾസിൻ്റെ ഒരു ബിസിനസ്സാണ് കമ്പനി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് വിപുലീകരിച്ചിട്ട് കംപ്ലീറ്റ് ഒരു ഓട്ടോമോട്ടീവ് ഫീൽഡിലേക്ക് കമ്പനി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ സേവനങ്ങളൊക്കെ കമ്പനിയുടെ പല ബ്രാൻഡുകളുടെ അണ്ടറിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർ വാലി, കാർ ട്രേഡ്, ശ്രീറാം ഓട്ടോമാൾ, ബൈക്ക് വാലി, കാർ ട്രേഡ് എക്സ്ചേഞ്ച്, അഡ്രോയിറ്റ് ഓട്ടോ, ഓട്ടോബീസ് തുടങ്ങിയവയൊക്കെ കാർ ട്രേഡ് ടെക്കിൻ്റെ സബ്സിഡറീസാണ്. ഈ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് കാർ ട്രേഡ് ടെക് അവരുടെ ബിസിനസ്സുകളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാർ ട്രേഡ് ടെക്കിന് നിലവിൽ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റേറ്റർ ഇല്ല എന്ന് തന്നെയാണ്. കോമ്പറ്റേറ്റർ ആവാൻ സാധ്യതയുള്ള കമ്പനികളെയൊക്കെ കമ്പനി മുമ്പേ അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ കാർ ട്രേഡ് ടെക്കിന് ഒരു കോമ്പറ്റേറ്റർ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഇടയ്ക്ക് കാർ ട്രേഡ് ടെക്കിന് ഒരു കോമ്പറ്റേറ്റർ ഇല്ല എന്ന്. ഇനി അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഇടയിൽ, ഇതേ ഫീൽഡിലുള്ള കമ്പനികളുടെ ഇടയിൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരേ ഒരു കമ്പനി കാർ ട്രേഡ് ടെക്. അതും നമ്മളുടെ കൊറോണ പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന കാലത്ത്, ഓട്ടോമൊബൈൽ ഫീൽഡ് അങ്ങേയറ്റം ഡൗണായി നിൽക്കുന്ന ഒരു കാലത്തും ഈ ഒരു ഫീൽഡിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. യൂസ്ഡ് വെഹിക്കിളിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് പ്രകാരം കുറച്ച് ടഫായൊരു ബിസിനസ് മേഖല തന്നെയാണത്. അവിടെ ഇവരൊരു വിജയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനീനെ നമ്മൾ അങ്ങേയറ്റം അപ്രിഷ്യേറ്റ് ചെയ്യണം. അത് അവരുടെ ഒരു വലിയ സ്ട്രെങ്ത് തന്നെയാണ് കാണിച്ചു തരുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2021 ജൂൺ 30 വരെയുള്ള കണക്ക് പ്രകാരം കാർ ട്രേഡ് ടെക്കിൻ്റെ കൺസ്യൂമർ പ്ലാറ്റ്ഫോംസായ കാർ വാലയിലും കാർ ട്രേഡിലും ബൈക്ക് വാലയിലും മൂന്നിലും കൂടിയിട്ട് 27.11 മില്യൺ യൂണീക്ക് വിസിറ്റേഴ്സാണ് ഉണ്ടായത് പെർ മന്ത്. അതിൽ 88.14 ഓർഗാനിക് വിസിറ്റേഴ്സാണ്. അതായത് അവരെ തിരഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന വിസിറ്റേഴ്സാണ്, ഓർഗാനിക്കായിട്ടുണ്ടായ വിസിറ്റേഴ്സാണ്. അല്ലാതെ നമ്മൾ ഷെയർ ചെയ്തിട്ടോ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് ഇവരുടെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടോ ഉണ്ടായ വിസിറ്റേഴ്സ് അല്ല. ഓർഗാനിക്കായിട്ട് ഇവരെ തന്നെ സ്പെസിഫിക്കായി തിരഞ്ഞു പോയി ഉണ്ടായ വിസിറ്റേഴ്സാണ്. അപ്പോൾ കമ്പനീൻ്റെ ഒരു സ്ട്രെങ്ത്താണ് ഇതും കാണിക്കുന്നത്. എത്രത്തോളം ആൾക്കാർ കാർ ട്രേഡ് ടെക്കിന് അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡറീസിനെ തിരഞ്ഞു പോകുന്നുണ്ട്, അവരുടെ സർവീസിൽ അട്രാക്റ്റീവ് ആവുന്നുണ്ട് എന്നതിനുള്ള ഒരു തെളിവാണിത്. ഒബ്ജക്ട്സ് ഓഫ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കമ്പനി 2 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം ടു ക്യാരി ഔട്ട് ആൻ ഓഫർ ഫോർ സെയിൽ. രണ്ടാമത്തെ കാര്യം ടു അച്ചീവ് ദ ബെനിഫിറ്റ് ഓഫ് ലിസ്റ്റിംഗ് ദി ഇക്വിറ്റി ഷെയർസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതും പേഴ്സണലി എനിക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങോടെ ഞാൻ നോക്കിക്കാണുന്നൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം, നമ്മൾ മുമ്പ് ചെയ്ത IPO വീഡിയോകളിലൊക്കെ ഒബ്ജക്റ്റ് ഓഫ് ദി ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളുണ്ടാവും. കമ്പനിയുടെ കടം തിരിച്ചടക്കാൻ, വർക്കിംഗ് ക്യാപിറ്റലിന്, ജനറൽ കോർപ്പറേറ്റ് പർപ്പസ് എന്ന് പറയും, ബിസിനസ് വ്യാപിപ്പിക്കാൻ എന്ന് വേണ്ടി പറയും, പല കാരണങ്ങളും നമ്മൾ പറയും. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ടു ക്യാരി ഔട്ട് ആൻ ഓഫർ ഫോർ സെയിൽ. അതായത് ഫ്രഷ് ഇഷ്യൂ ഇവിടെ ഒന്നുമില്ല, ഓഫർ ഫോർ സെയിലാണ്. കമ്പനിയുടെ നിലവിലുള്ള പ്രൊമോട്ടേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഓഹരികൾ പൂർണ്ണമായിട്ടും വിറ്റൊഴിക്കുന്നു. അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം. സാധാരണ IPOയിൽ നമ്മൾ IPOൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ പറയാറുണ്ട്, ടോട്ടൽ ഇഷ്യൂ സൈസ് ഇത്രയാണ്, അതിൽ ഓഫർ ഫോർ സെയിൽ ഇത്രയാണ്, ഫ്രഷ് ഇഷ്യൂ ഇത്രയാണെന്ന് പറയാറുണ്ട്. ഇവിടെ ഫ്രഷ് ഇഷ്യൂ ഇല്ല. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സും പ്രൊമോട്ടേഴ്സും ഒക്കെ അവരുടെ ഓഹരികൾ വിറ്റൊഴിവാക്കുകയാണ്. അതിൻ്റെ പ്രധാന കാര്യമാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അവർക്ക് വേണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ആ കമ്പനീൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങേയറ്റം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ സെബീൻ്റെ അണ്ടറിൽ
എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതും ആ കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കാണിച്ചു തരുന്നതാണ്. പിന്നെ പോരാത്തതിന് റൈറ്റ് ഇഷ്യൂ പോലത്തെ ആക്ടിവിറ്റീസ് കമ്പനിക്ക് ചെയ്യാം. ലിസ്റ്റഡ് കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ് റൈറ്റ് ഇഷ്യൂ പോലത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ആക്ടിവിറ്റീസിലൂടെ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാം. സെബിയുടെ അംഗീകൃത മാർഗ്ഗങ്ങളിലൂടെ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പല ബെനിഫിറ്റ്സും ഒരു കമ്പനിക്ക് നേടാനുണ്ട്. ഇതിനൊക്കെ പുറമെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ കമ്പനി എന്തായാലും കണ്ടുവച്ചിട്ടുണ്ടാവണം. നമ്മൾ ചില ഇഷ്യൂകൾ കാണുന്നത് തന്നെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യാറ്. അപ്പോൾ ഇവിടെ അതും കമ്പനി മെയിനായിട്ട് കണ്ടുവച്ചിരിക്കണം. കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പം നിലവിലെ പ്രൊമോട്ടേഴ്സും നിലവിലെ ഷെയർ ഹോൾഡേഴ്സും ഇങ്ങനൊരു അവസരത്തിൽ അവരുടെ ഷെയർസ് വിറ്റ് ഒഴിവാക്കുന്നുണ്ട്. ഇങ്ങനൊരു അവസരത്തിൽ മാത്രമേ അവർക്ക് അത്രയും വലിയൊരു ഷെയർ വിറ്റ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെയ്യുന്നത് പോലെ ചെറിയ ക്വാണ്ടിറ്റി ഒന്നും അവർക്ക് വിറ്റ് ഒഴിവാക്കാനോ മാറാനോ പറ്റില്ല. അപ്പോൾ ലിക്വിഡിറ്റി എന്ന ഫാക്ടർ ഇപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വന്നപ്പോൾ സാധാരണ നമ്മളെ കയ്യിലേക്ക് ഷെയർസ് എത്തി. അപ്പോൾ ലിക്വിഡിറ്റി സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കമ്പനിയുടെ പ്രധാന കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഭൂരിഭാഗവും പറഞ്ഞു. എ ലീഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഓട്ടോമോട്ടീവ് സെയിൽസ് വിത്ത് എ സിനർജസ്റ്റിക് എക്കോസിസ്റ്റം. ഓട്ടോമോട്ടീവ് ഫീൽഡിലെ ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇവർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈയിങ് സെല്ലിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ബൈയിങ് സെല്ലിങ്ങിൻ്റെ ഫിനാൻസിങ് ഒക്കെ ഇവർ വഴി നമുക്ക് നടത്താൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഓപ്പറേറ്റ് വേരിയസ് ബ്രാൻഡ്സ്. കാർവാലെ, കാർ ട്രേഡ്, ശ്രീറാം ഓട്ടോമോൾ, ബൈക്ക് വാലെ പോലത്തൊക്കെ വേരിയസ് ബ്രാൻഡ്സ് ഇവർ ചെയ്യുന്നുണ്ട്. എ കോംപ്രഹെൻസീവ് റേഞ്ച് ഓഫ് സർവീസസ്, അതായത് ഓട്ടോമോട്ടീവ് ബൈയിങ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, ഫിനാൻസിങ്, അതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ ഇവർ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് പ്രോഫിറ്റബിൾ ആൻഡ് സ്കെയിലബിൾ ബിസിനസ് മോഡലാണ്. ഈ ഒരു ബിസിനസ് മോഡലിന് അനന്തമായൊരു സാധ്യതയാണ് ഉള്ളത്. ഒരു ലിമിറ്റേഷൻ ഇവർക്കില്ല. പ്രത്യേകിച്ച് ഓൺലൈൻ വഴി ചെയ്യുന്ന ഇത്തരം ബിസിനസ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഓൺലൈനിലേക്ക് മാറിയിട്ടാണുള്ളത്. ഇപ്പം ബൈയിങ് സെല്ലിംഗ് എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സാധ്യതയുള്ള, ഭാവിയിലേക്കും വലിയൊരു സാധ്യതയുള്ളൊരു ബിസിനസ് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കാർ ട്രേഡ് ടെക് IPOൻ്റെ ടൈം ടേബിളാണ്. ഓഗസ്റ്റ് 9 IPO ഓപ്പൺ ചെയ്യുന്നത്. ഓഗസ്റ്റ് 11 IPO ക്ലോസ് ചെയ്യുന്നത്. ബേസിസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 17 ഇനീഷ്യേഷൻ ഓഫ് റീഫണ്ട്സ് വരുന്നത് ഓഗസ്റ്റ് 18. ക്രെഡിറ്റ് ഓഫ് ഷെയർസ് ടു ദ ഡിമാറ്റ് അക്കൗണ്ട് ഓഗസ്റ്റ് 20 IPO ലിസ്റ്റിംഗ് ഡേറ്റ് ഓഗസ്റ്റ് 23 $2,998.51 കോടി രൂപയുടെ ഇഷ്യൂ സൈസുമായിട്ടാണ് IPO മാർക്കറ്റിലേക്ക് വരുന്നത്. അതിൽ 2,998.5 കോടി രൂപ മുഴുവൻ ഓഫർ ഫോർ സെയിൽ സെഗ്മെൻറ്റിലാണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓഫർ ഫോർ സെയിലാണ് ഇവിടെ കംപ്ലീറ്റ്ലി നടക്കാൻ പോകുന്നത്. അതായത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സിൻ്റെതും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയറുകളാണ് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പോകുന്നത്. 10 രൂപ പെർ ഇക്വിറ്റി ഷെയറാണ് ഫേസ് വാല്യൂ. IPOൻ്റെ പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് 1,585 രൂപ മുതൽ 1,618 രൂപ വരെയാണ്. 9 ഷെയറുകൾ അടങ്ങുന്നതാണ് ഒരു മാർക്കറ്റ് ലോട്ട് എന്ന് പറയുന്നത്. മാക്സിമം റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ വരുന്നത് 13 ലോട്ടുകളാണ്. അതിൽ 117 ഷെയറുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട മിനിമം ആപ്ലിക്കേഷൻ എമൗണ്ട്, അതായത് ഒരു ലോട്ട് വാങ്ങാനുള്ള മിനിമം ആപ്ലിക്കേഷൻ എമൗണ്ട് വരുന്നത് 14,562 രൂപയാണ്. മാക്സിമം ആപ്ലിക്കേഷൻ എമൗണ്ട്, അതായത് 13 ലോട്ട് വാങ്ങാൻ വേണ്ട മാക്സിമം ആപ്ലിക്കേഷൻ എമൗണ്ട് 1,89,306 രൂപയാണ്. നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സമ്മറിയിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ഇവിടെയുള്ള ഫിഗേഴ്സൊക്കെ കൊടുത്തത് കോടികളിലാണ്. 2019, 2020, 2021 എന്നീ 3 ഫിനാൻഷ്യൽ ഇയറിൻ്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റവന്യൂ, എക്സ്പെൻസ്, നെറ്റ് ഇൻകം, അതിൻ്റെ മാർജിൻ എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. 2019 റവന്യൂ 266.8 കോടി രൂപയാണ്. എക്സ്പെൻസ് വന്നിരിക്കുന്നത് 231.4 കോടിയാണ്. അപ്പം നെറ്റ് ഇൻകമായിട്ട് കാണിക്കുന്നത് 25.7 കോടി രൂപയുടെ ലാഭമാണ്. 2020 വരുമ്പോൾ റവന്യൂ കൂടിയിട്ടുണ്ട് 318.4 കോടി. എക്സ്പെൻസും അതിനനുസരിച്ച് കുറച്ച് കൂടിയിട്ടുണ്ട്, അതായത് 279.5 കോടി. നെറ്റ് ഇൻകം വരുന്നത് 31.6 കോടി രൂപ. 2021 ഫിനാൻഷ്യൽ ഇയറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 281.5 കോടി രൂപയുടെ റവന്യൂ, 234.5 കോടി രൂപയുടെ എക്സ്പെൻസുമാണ് കമ്പനിക്ക് വന്നിട്ടുള്ളത്. അതിൽ നെറ്റ് ഇൻകം വന്നത് 101.6 കോടി രൂപയാണ്. മാർജിൻ വരുന്നത് 36.1%. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സമ്മറി കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. 2019 മുതൽ 2021 വരെ
വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നെറ്റ് ഇൻകം കൃത്യമായിട്ട് തന്നെ കൂടി വരുന്നുണ്ട്. 25.7 നിന്നും 101.6 കോടിയിലേക്കാണ് കൂടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കൊറോണ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വാഹന വിപണി അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ 2019 മുതൽ 2021 വരെ പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഇവർ അതും മറികടന്ന് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്, നല്ലൊരു പ്രോഫിറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സമ്മറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കമ്പനി അത്യുഗ്രം പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 2021 ഫിനാൻഷ്യൽ ഇയർ പ്രകാരമുള്ള കമ്പനീൻ്റെ വാല്യുവേഷൻ നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ വാല്യുവേഷൻ മറ്റുള്ള പിയർ കമ്പനികളായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാറുണ്ട്. ഇവിടെ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇവർക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഒരു കോമ്പറ്റേറ്റർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂസൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. കോമ്പറ്റേറ്റർ ആവാൻ സാധ്യതയുണ്ടായിരുന്ന കമ്പനികളൊക്കെ ഇന്ന് ഇവരുടെ ഭാഗമാണ്. കാർവാലെ ഇവരുടെ ഒരു കോമ്പറ്റേറ്റർ ആവാൻ സാധ്യതയുള്ള ഒരു വലിയ കമ്പനിയായിരുന്നു. അവരെ 2015 തന്നെ കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട്. കാർവാലേനെ 2015 കമ്പനി മുഴുവനായിട്ടും വാങ്ങി. പിന്നെ അടുത്തൊരു കോമ്പറ്റേറ്റർ ആവാൻ സാധ്യതയുണ്ടായിരുന്നത് ശ്രീറാം ഓട്ടോമാൾ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ 50% ഓണർഷിപ്പും ഇപ്പോൾ കാർട്രേറ്റ് ടെക്കിൻ്റെ കയ്യിലാണ്. 2018 ശ്രീറാം ഓട്ടോമാളിനെ കമ്പനി വാങ്ങിക്കുന്നത്. അപ്പോഴിപ്പം നിലവിൽ ഇവർക്ക് കോമ്പറ്റേറ്റർ എന്ന് പറയാൻ ലിസ്റ്റഡ് കമ്പനീസിൽ ആരുമില്ല. അപ്പോൾ നമുക്ക് വാല്യുവേഷൻ മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാനും സാധ്യമല്ല. നമുക്ക് ആ വാല്യൂസിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. അപ്പോൾ 2021 ഫിനാൻഷ്യൽ ഇയർ പ്രകാരം കമ്പനിയുടെ EPS ഏർണിംഗ് പെർ ഷെയർ വരുന്നത് 19 രൂപ 19 പൈസയാണ്. PE റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ വരുന്നത് 82 രൂപ 60 പൈസ മുതൽ 84 രൂപ 31 പൈസ വരെയാണ്. RONW റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് വരുന്നത് 5.43% ആണ്. NAV വരുന്നത്, നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് 392 രൂപ 83 പൈസ പെർ ഷെയർ ആണ്. പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത്, ദി കമ്പനി ഈസ് പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി ആൻഡ് ഡസ് നോട്ട് ഹാവ് ആൻ ഐഡൻറ്റിഫയബിൾ പ്രൊമോട്ടർ എന്നാണ് പറയുന്നത്. അതായത് കമ്പനിക്ക് ഐഡൻറ്റിഫയബിൾ ആയ ഒരു പ്രൊമോട്ടർ ഇല്ല. കമ്പനി പ്രൊഫഷണലി മാനേജ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണെന്നാണ് പറയുന്നത്. അതായത് IPO സമയത്തും IPO കഴിഞ്ഞതിന് ശേഷവും കമ്പനി ഒരു പ്രൊമോട്ടറുടെ കയ്യിലല്ല ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ നിലവിൽ കമ്പനിക്ക് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിലൊക്കെ എത്ര ശതമാനം ഹോൾഡിംഗ് ഉണ്ട്, എത്ര എണ്ണം ഇക്വിറ്റി ഷെയറുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആരുടെയൊക്കെ കയ്യിൽ എത്ര ശതമാനമാണ് ഉള്ളതെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരുടെ ലിസ്റ്റാണ് നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഹൈഡൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതൊരു മൗറീഷ്യസ് ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ കയ്യിൽ 34.44% ഹോൾഡിംഗ് ആണ് ഉള്ളത്. മാക്രിച്ചി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന കമ്പനിയുടെ കയ്യിൽ 26.48%, CMDB2 എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കമ്പനിയുടെ 11.93%, സ്പ്രിംഗ്ഫീൽഡ് വെഞ്ചർ ഇൻ്റർനാഷണൽ എന്ന കമ്പനിയിൽ 7.09%, വിനയ് വിനോദ് സംഘി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ 3.56% ഹോൾഡിംഗുമാണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ 5 ആൾക്കാരുടെ കയ്യിലാണ് കമ്പനിയുടെ മെജോറിറ്റി ഹോൾഡിങ്ങും കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇക്വിറ്റി ഷെയറുകൾ ആരുടെയൊക്കെ കയ്യിലാണ് പ്രധാനമായിട്ടും ഉള്ളത്, ഏറ്റവും കൂടുതൽ എണ്ണം ആരുടെയൊക്കെ കയ്യിലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. CMDB2 എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കയ്യിൽ കാർട്രേറ്റ് ടെക്കിൻ്റെ 22,64,334 ഇക്വിറ്റി ഷെയർസാണ് ഉള്ളത്. ഹൈഡൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കയ്യിൽ കാർട്രേറ്റ് ടെക്കിൻ്റെ 84,09,364 ഇക്വിറ്റി ഷെയർസാണ് ഉള്ളത്. മാക്രിച്ചി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡിൻ്റെ കയ്യിൽ 50,76,761 ഇക്വിറ്റി ഷെയർസാണുള്ളത്. സ്പ്രിംഗ്ഫീൽഡ് വെഞ്ചർ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ കയ്യിൽ 17,65,309 ഇക്വിറ്റി ഷെയറാണുള്ളത്. വിനയ് വിനോദ് സംഘിയുടെ കയ്യിൽ 4,50,050 ഇക്വിറ്റി ഷെയർസും ശ്രീകൃഷ്ണ ട്രസ്റ്റിൻ്റെ കയ്യിൽ 2,62,519 ഇക്വിറ്റി ഷെയർസാണുള്ളത്. വീണ വിനോദ് സംഘിയുടെ കയ്യിൽ 1,83,333 ഇക്വിറ്റി ഷെയർസും ഡാനിയൽ എഡ്വേർഡ് നിയറിയുടെ കയ്യിൽ 70,000 ഇക്വിറ്റി ഷെയർസും വിക്ടർ ആൻ്റണി പെറി 3 എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കയ്യിൽ 50,546 ഇക്വിറ്റി ഷെയർസുമാണ് ഉള്ളത്. അപ്പോൾ ഈ 9 പേരുമാണ് കാർട്രേറ്റ് ടെക്കിൻ്റെ ഓഹരികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർ. കാർട്രേറ്റ് ടെക് IPOൻ്റെ ലീഡ് മാനേജേഴ്സായിട്ട് വരുന്നത് ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി ലിമിറ്റഡ്, നൊമുറ ഫിനാൻഷ്യൽ അഡ്വൈസറി ആൻഡ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ്. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡാണ് കാർട്രേറ്റ് ടെക് IPOൻ്റെ IPO രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് കാർ ട്രേഡ് ടെക് IPOനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. IPOക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയ ഒരു സ്റ്റഡി എന്തായാലും നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാർ ട്രേഡ് ടെക് IPOൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാർ ട്രേഡ് ടെക്കിൻ്റെ IPOക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ഗെയിൻ നേടുക എന്നതാണ്. കമ്പനിയുടെ ഒരു പെർഫോമൻസും ഈ ഫീൽഡിലെ ഒരു പ്രധാന കമ്പനി ആയതുകൊണ്ട് ലോങ് ടേം റണ്ണിലും കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഹോൾഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും ഒരു ലിസ്റ്റിംഗ് ഗെയിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് തന്നെയായിരിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ വ്യക്തിപരമായിട്ട് വളരെ ആവേശത്തോടെയാണ് ഈ IPOനെ സമീപിക്കുന്നത്. അതിൻ്റെ പല കാരണങ്ങളും നമ്മളിപ്പോൾ വീഡിയോ തന്നെ പറഞ്ഞു. കമ്പനി ഓഫർ ഫോർ സെയിൽസ് മാത്രമാണ് നടത്തുന്നത്. ലിസ്റ്റഡ് കമ്പനീസിൽ കമ്പനിക്ക് വേറൊരു കോമ്പറ്റേറ്റർ ഇല്ല. കമ്പനി ഈ ഒരു കൊറോണ കാലത്തും ഇത്ര വലിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത്. കമ്പനി നല്ലൊരു ഫിനാൻഷ്യൽ ട്രാക്ക് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ആവേശത്തോടെ ഈ IPOനെ സമീപിക്കുന്നതും ഞാൻ അതിന് അപ്ലൈ ചെയ്യാൻ പോകുന്നതും. പിന്നെ ഓഫർ ഫോർ സെയിൽസ് മാത്രം നടത്തുന്നു എന്ന് പറയുന്നതിലൊരു വേറൊരു നല്ലൊരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. സാധാരണ കമ്പനികളിൽ പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് IPO നടത്തുന്നത്. അതായത് അവരുടെ കടങ്ങൾ തീർക്കാൻ, മറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ജനറൽ കോർപ്പറേറ്റ് പർപ്പസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കാര്യം നമ്മൾ IPOയിൽ കൂടി സമാഹരിക്കുന്ന പൈസ ഒന്നും തന്നെ കമ്പനിയുടെ കയ്യിലെത്തുന്നില്ല. കമ്പനിയുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ IPO നടത്തുന്നത്. ആ പൈസയ്ക്ക് അവരിലേക്കാണ് പോകുന്നത്. അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് മൊത്തം പബ്ലിക്കലി ലിസ്റ്റഡ് ആക്കി മാറ്റുക എന്നാണ് ചെയ്യുന്നത്. അതായത് IPO നടത്തിയിട്ട് കമ്പനിക്ക് ഡെവലപ്മെൻറ്റ്, അതായത് കമ്പനീൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ അവരുടെ കടങ്ങൾ തിരിച്ചടക്കാനോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടോ അല്ല IPO നടത്തുന്നത്. ഈ ഒരു കാര്യം ഞാൻ പേഴ്സണലി വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ ഞാൻ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഈ IPO ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ IPO അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പേഴ്സണലായി ഒരു സ്റ്റഡി വെക്കണം. ഈ വീഡിയോ ഒന്നും മാത്രമല്ല വേറൊരു വീഡിയോയും കണ്ട് അതിൽ നിന്ന് ഒരു വിവരങ്ങൾ എടുത്തിട്ട് ചെയ്യരുത്. സ്വന്തമായിട്ടുള്ളൊരു സ്റ്റഡി നടത്തുന്നത് അത്രയും തന്നെ നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് കാർ ട്രേഡ് ടെക് എന്ന കമ്പനീൻ്റെ IPO വിശേഷങ്ങൾ നമുക്കിവിടെ പങ്കുവെക്കാനുള്ളത്. ഇന്നത്തെ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓഹരി വിപണിയിലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക്